എത്രയൊക്കെ വൃത്തിയാക്കിയിട്ട് സൂക്ഷിച്ചാലും നമ്മൾ അടുക്കളയിൽ ഈച്ച ശല്യം ഉണ്ടാകാറുണ്ട്. നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ പാചകം ചെയ്യുന്നതിനൊക്കെ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതുപോലെ അടുക്കള മൊത്തമായിട്ടൊരു വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അടുക്കളയിലെ ഈച്ച ശല്യം ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. 1. ഫുഡ് വേസ്റ്റ് അപ്പം തന്നെ നീക്കം ചെയ്യാം. അടുക്കളയിൽ ഫുഡ് വേസ്റ്റുകൾ പാത്രങ്ങളിലൊക്കെ സൂക്ഷിച്ച് പിന്നീട് കളയാമെന്നുള്ള രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഈച്ചകളെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിലും കൗണ്ടർ ടോപ്പിലൊക്കെ ഫുഡുകൾ സൂക്ഷിക്കുന്നത് കഴിയുന്നത് ഒഴിവാക്കുക. 2. ഭക്ഷണ സാധനങ്ങൾ എപ്പോഴും അടച്ച് സൂക്ഷിക്കുക. അടുക്കളയിൽ ഭക്ഷണ സാധനങ്ങൾ, അതായത് പഴങ്ങൾ, ബാക്കി വന്ന ഭക്ഷണ സാധനങ്ങൾ, പാകം ചെയ്തത്, ഇതൊക്കെ അപ്പം തന്നെ മൂടി വെക്കുക. തുറന്നിടുമ്പോഴാണ് ഈച്ചകളുടെ ശല്യം ഉണ്ടാവുന്നത്. അടുത്തത് വേസ്റ്റ് ബാസ്ക്കറ്റ് അടച്ച് സൂക്ഷിക്കുക. അടുക്കളയിൽ വെക്കുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിന് മൂടിയുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ വേസ്റ്റുകൾ അപ്പം തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുകയും അത് നിറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കൊണ്ടുപോയി കളയുകയും ചെയ്യുക. ഇത് തുറന്നു വെക്കുമ്പോൾ ഈച്ചകൾ കൂടി വരികയാണ് ചെയ്യുക. ഇനി ഈച്ചയെ തുരത്താനായിട്ട് ഗ്രാമ്പൂ, നാരങ്ങ, പുതിന, ബേസിൽ തുടങ്ങിയവ അടുക്കളയിൽ സൂക്ഷിക്കുന്നത് ഈച്ച വരുന്നത് തടയാൻ സഹായിക്കും. അതുപോലെ തന്നെ നെറ്റ് ഉപയോഗിക്കാം. ജനലുകളിലൊക്കെ നെറ്റ് ഇടുമ്പോൾ പുറത്തു നിന്നും വീടിനുള്ളിലേക്ക് ഈച്ച, കൊതുക് അങ്ങനത്തെയൊക്കെ കയറുന്നത് തടയും. പക്ഷേങ്കിൽ അടുക്കളയിൽ നല്ലൊരു വായു സഞ്ചാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ ഫ്രൂട്ട്സൊക്കെ ഡൈനിങ് ടേബിളിലൊക്കെ തുറന്ന് വെക്കുന്നത് ഒഴിവാക്കുക. കഴിയുന്നത് അടച്ചു വെക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടുക്കളയിലെ ഈച്ച ശല്യം നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും.